ഡിജിറ്റൽ പേയ്മെന്റുകളാണ് ഇപ്പോൾ കൂൾ. അവധിക്കാലം ആരംഭിച്ചു. പഠിക്കേണ്ടതില്ല. റോമിംഗ് മോഡ് ഓൺ ആണ്. വ്യത്യസ്തമായ ഒരു റോഡ് യാത്രയ്ക്ക് പോകുന്ന 4 സുഹൃത്തുക്കളെ കുറിച്ചാണ് കഥ. മിടുക്കനായ റോക്കിയുടെയും പിശുക്കനായ ഭീരുവായ ഗാബിയുടെയും ഗുസ്തിക്കാരൻ ബല്ലുവിന്റെയും സെൽഫി രാജാവ് സെമിയുടെയും. അവരുടെ ഡൽഹിയിൽ നിന്ന് ലേയിലേക്കുള്ള ഈ രസകരമായ ബൈക്ക് യാത്ര പിഴച്ചു. അതുകൊണ്ടാണല്ലോ അവർക്കിടയിൽ ഒരു തർക്കമുണ്ടായത്. 4 അംഗ സംഘത്തിന് എന്ത് സംഭവിക്കുന്നു? ഡിജിറ്റൽ പേയ്മെന്റ് അവരെ സഹായിക്കുമോ? റോക്കി, നീ പണം സുരക്ഷിതമായി സൂക്ഷിച്ചു അല്ലേ? സൂക്ഷിക്കണം. ഈ യാത്രയുടെ മുഴുവൻ പണവും ഇതിലുണ്ട്. യോ ബ്രോ, വിഷമിക്കേണ്ട. യാത്ര ആരംഭിച്ചു. ബല്ലുവും ഗാബിയും ഒരു ബൈക്കിൽ, റോക്കിയും സെമിയും മറുവശത്ത്. കുറച്ചു കഴിഞ്ഞപ്പോൾ മനാലി അടുത്തു. പൂൾ പണത്തിൽ നിന്ന് കുറച്ചു ഭാഗം പെട്രോൾ, ഭക്ഷണം മുതലായവയ്ക്കായി ചിലവഴിച്ചു. ഇപ്പോൾ ATMകളുടെ എണ്ണം കുറവായി കാണപ്പെട്ടതിനാൽ അയാൾ തീരുമാനിച്ചു ഇവിടെ നിന്ന് ഇനി അല്പം കാർഡ് പേയ്മെന്റും നടത്താമെന്ന്. കാരണം രൊക്കം പണം തീർന്നു പോകരുത്. എനിക്ക് വളരെ വിശക്കുന്നു. ഇതാണ് വിശക്കുന്നതിന്റെ ഒരേ ഒരു ജോലി. ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി പണം അടയ്ക്കാൻ കഴിയുമോ? ഉറപ്പായും. ഇത് പിടിക്കൂ. ഞാൻ നിങ്ങളുടെ ട്രാവൽ പെട്ടിയല്ലേ, പിന്നെ എന്തിനാണ് മറച്ചു വെക്കുന്നത്? നിനക്ക് വീരത്വമുണ്ട്, സ്വാഗുണ്ട്, സെൽഫി എടുക്കാനുള്ള കഴിവുണ്ട്. എനിക്കൊരു പിന്നുണ്ട്. വിലപിടിപ്പുള്ള വസ്തുക്കൾ ലോക്കറിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ താക്കോൽ സുരക്ഷിതമായി സൂക്ഷിക്കുമോ? അതോ നിങ്ങളുടെ അയൽക്കാരന് കൊടുക്കുമോ? തീർച്ചയായും ഞാനത് സുരക്ഷിതമായി സൂക്ഷിക്കും. കൃത്യമായി. കാർഡ് പേയ്മെന്റ് എന്നത് ക്യാഷ്ലെസ് പേയ്മെന്റ് നടത്തുന്നതിനുള്ള ഒരു മാർഗമാണ്. ഇവിടെ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു, ഉടനെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കപ്പെടുന്നു. നമ്മുടെ കാർഡിന്റെ പിൻ നമ്പർ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ പണം സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയും. എപ്പോഴും കാർഡ് പേയ്മെന്റ് നടത്തിയ ശേഷം ശരിയായ തുകയാണോ പിൻവലിക്കപ്പെട്ടതെന്ന് മൊബൈലിൽ SMS വഴി എപ്പോഴും പരിശോധിക്കണം. എന്തുകൊണ്ട്? ബാങ്കിൽ നിന്ന് ശരിയായ തുക ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ. അയ്യോ, എന്റെ ബാഗ് പൊട്ടിപ്പോയി. സെമി, ഈ ബാഗ് ഒന്ന് പിടിക്കൂ. ഞാൻ ബൈക്ക് ഓടിക്കുമ്പോൾ സൂക്ഷിക്കേ, അതിൽ പണമുണ്ട്. അയ്യോ വേണ്ട, അശ്രദ്ധനായ സെൽഫിക്ക് ഇങ്ങനെ പണം കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത്. എന്റെ സ്റ്റാർ വൈബ്സിൽ നിനക്ക് അസൂയയാണ്. ഞാനൊരു ഹീറോ ആണ്, അതുകൊണ്ട് ഒരു സെൽഫി നിർബന്ധമാണ് ബോസ്. വരൂ, നമുക്ക് സമയം കളയണ്ട. സെമി, നിങ്ങളുടെ ബാഗ് ശ്രദ്ധയോടെ പിടിക്കൂ. വാവ്, എന്താ ഒരു വ്യൂ. തീർച്ചയായും. കൊടുത്ത കാശിന് ശരിക്കും മുതലായത്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എടാ, നമുക്ക് ഇന്നത്തേക്ക് നിർത്താമോ? സെമി, ബാഗ് തരൂ, നമുക്ക് പണം കൊടുത്തിട്ട് പോകാം. സെമി പേടിച്ചു വിറച്ചു. എടാ, ബാഗ് വെള്ളച്ചാട്ടത്തിന് സമീപം വെച്ച് മറന്നുവെന്ന് തോന്നുന്നു. സെൽഫി എടുക്കുന്നതിനിടയിൽ എന്റെ ബാഗ് താഴെ വീണു. എന്ത്? ഈ ഡ്രാമ കിങ്ങിന് ആ ബാഗ് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇനി നീ എന്ത് ചെയ്യും? ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ക്ഷമിക്ക്. എനിക്കിപ്പോൾ 200 കിലോമീറ്റർ പിന്നോട്ട് പോകാൻ കഴിയില്ല. സാർ, എന്റെ പണം. നിങ്ങൾക്ക് കാർഡ് പേയ്മെന്റുകൾ സ്വീകരിക്കാൻ കഴിയുമോ? അതോ അടുത്ത എവിടെയെങ്കിലും ഒരു ATM ഉണ്ടോ? ഇവിടെ അടുത്തെങ്ങും തന്നെ ATMോ കാർഡ് പേയ്മെന്റ് മെഷീനോ ഇല്ല. പണമായി തന്നെ തരണം. നിങ്ങൾക്ക് UPI കുറിച്ച് അറിയില്ലേ? ഈ UPI എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർബാങ്ക് ഇടപാടുകൾ സുഗമമാക്കുന്ന ഒരു പുതിയ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനമാണ് UPI. ഇതിൽ മൊബൈലിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കാനോ സ്വീകരിക്കാനോ കഴിയും. പണം നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നു എന്നതാണ് ഇതിന്റെ ഗുണം. ഇത് പുതിയ വല്ല തട്ടിപ്പുമാണോ?
ഇല്ല, മറിച്ച് പണം കൈകാര്യം ചെയ്യുന്നതിലെ ബുദ്ധിമുട്ട് ഞാൻ നിങ്ങൾക്ക് ഒഴിവാക്കുകയാണ്. UPI നമ്മുടെ കയ്യിലുള്ള ഒരു അലാവുദ്ദീന്റെ താക്കോൽ പോലെയാണ്. ഇവിടെ ഒരു ക്ലിക്ക് ചെയ്താൽ പണമടയ്ക്കൽ അവിടെ പൂർത്തിയാകുന്നത് പോലെ. ഇത് 24 മണിക്കൂറും വർഷത്തിൽ 365 ദിവസവും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഇക്കാലത്ത് പച്ചക്കറി വിൽപ്പനക്കാർ, ചാട്ട് വിൽപ്പനക്കാർ, പാൻ വിൽപ്പനക്കാർ പോലും UPI ഉപയോഗിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് 1 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ അയക്കാം. ഓ വൗ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാമോ എനിക്ക് എന്റെ മൊബൈലിൽ എങ്ങനെ UPI ഉപയോഗിക്കാമെന്ന്? ഉറപ്പായും. നിങ്ങളുടെ മൊബൈൽ എനിക്ക് തരൂ. ഇതാ പിടിക്കൂ. ഇത് വളരെ എളുപ്പമാണ്. ഭീം ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷയും നിങ്ങളുടെ ബാങ്കുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന സിം കാർഡും തിരഞ്ഞെടുക്കുക. തുടർന്ന് ആപ്പിൽ പാസ്കോഡ് സജ്ജീകരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. UPI പിൻ സജ്ജീകരിക്കുക. പണം അയക്കാൻ UPI ID നൽകുക അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യുക. തുടർന്ന് UPI പിൻ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ പ്രാമാണീകരിക്കുക. ഒടുവിൽ ട്രാൻസാക്ഷൻ നില കാണുന്നതിന് ട്രാൻസാക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, UPI വഴി പണമടയ്ക്കുമ്പോൾ ഈ സുരക്ഷാ നുറുങ്ങുകൾ ഓർമ്മിക്കുക. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കുന്നതിന് UPI ID നൽകുകയോ QR കോഡ് സ്കാൻ ചെയ്യുകയോ ചെയ്യുക. പണം സ്വീകരിക്കാൻ UPI പിൻ ആവശ്യമില്ല. UPI ID പരിശോധിച്ചുറപ്പിക്കുമ്പോൾ സ്വീകർത്താവിന്റെ പേര് പരിശോധിക്കുക. സ്ഥിരീകരണം കൂടാതെ പേയ്മെന്റുകൾ നടത്തരുത്. UPI പിൻ ആരുമായും പങ്കിടരുത്. കൂടുതൽ വിവരങ്ങൾക്ക് www.bhimupi.org.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. UPI നല്ലതാണ്, പക്ഷെ എന്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ പണ ഇടപാട് നടത്തും? NPCI ഇതിനും ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ *99# ഡയൽ ചെയ്ത് മൊബൈൽ സ്ക്രീനിൽ ദൃശ്യമാകുന്ന ഒരു ഇന്ററാക്റ്റീവ് മെനുവിലൂടെ ഇടപാട് നടത്താം. ഫണ്ട് അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ബാലൻസ് പരിശോധിക്കുന്നതിനും പുറമെ ഇതിൽ മറ്റ് നിരവധി സേവനങ്ങളും ഉൾപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി സന്ദർശിക്കുക www.npci.org.in. പക്ഷേ ഇത് സുരക്ഷിതമാണോ? തീർച്ചയായും. ഞങ്ങളുടെ അനുമതിയും പിൻ നമ്പറും ഇല്ലാതെ പണമടയ്ക്കാൻ കഴിയില്ല. ഇതെല്ലാം RBIയുടെ നിയന്ത്രണത്തിലാണ്. നോക്കൂ, പണം അയച്ചു, അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ശരി, ഇന്ന് UPI ആണ് നമ്മളെ രക്ഷിച്ചത്. തീർച്ചയായും ഞങ്ങളെ നീ രക്ഷിച്ചു. പക്ഷെ നിന്നെ ആര് രക്ഷിക്കും? നമുക്ക് 3 പേർക്കും നഷ്ടപ്പെട്ട പണം തിരിച്ചു തരൂ. ജയ് UPI. ഓ എന്റെ ദൈവമേ, ഇത്തവണത്തേക്ക് അവരെ ഒന്ന് രക്ഷിക്കൂ. ഇനി മുതൽ പണമില്ല, ഓൺലി ഡിജിറ്റൽ പേയ്മെന്റുകൾ. UPIക്ക് ദീർഘായുസ്. പണം കൊടുക്കൽ വാങ്ങൽ എളുപ്പമായി. എല്ലാ ജോലികളും ഫോണിലൂടെ ചെയ്യാം. പണം സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടില്ല. വീണ്ടും വീണ്ടും എണ്ണി ബുദ്ധിമുട്ടണ്ട. പണം പഴയതായി. UPI യുഗം വന്നിരിക്കുന്നു.